ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്ന് നമുക്ക് എങ്ങനെയാണ് ഹെയർ ഓയിൽ ഉണ്ടാക്കേണ്ടത് എന്ന് നമുക്ക് നോക്കാം. ഇത് കറ്റാർ വാഴയാണ് മെയിനായിട്ട് കൂടുതലായിട്ട് ഞാനിവിടെ ചേർത്തിരിക്കുന്നത്. കറ്റാർ വാഴയും കൈതോന്നിയൊക്കെയാണ് ചേർത്തിരിക്കുന്നത്. എന്തൊക്കെയാണ് വേണ്ടത് എന്ന് നമുക്ക് നോക്കാം. ഞാൻ 300 ml വെളിച്ചെണ്ണയാണ് വാങ്ങിച്ചിരിക്കുന്നത്. മില്ലിൽ വാങ്ങിയ വെളിച്ചെണ്ണയാണ്. കറ്റാർ വാഴ 4 കഷ്ണം എടുത്ത് അതിനെ നന്നായിട്ട് തൊലി മുഴുവനും കളഞ്ഞ് 2 പ്രാവശ്യം വെള്ളത്തിൽ കഴുകിയെടുത്ത് വച്ചിരിക്കുകയാണ്. ഇതൊരു 10 കഷ്ണം കാണും. കൈതോന്നി ഒരു പിടി കൈതോന്നി എടുത്തിട്ടുണ്ട്. ഇതെല്ലാം വീട്ടിൽ വളർന്നതാണ്. ചെമ്പരത്തിയില 2 എണ്ണം, 4 ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. ഇത് പൂവാങ്കുരുന്നാണ്. ഇതെല്ലാം വീട്ടിലുള്ളതാണ്, നമ്മുടെ വീട്ടിൽ വളർന്നതാണ്. കരിവേപ്പില, ഇത് എല്ലാവർക്കും അറിയാമല്ലോ, കരിവേപ്പില. പിന്നെ 1/4 ടീസ്പൂൺ കരിഞ്ജീരകവും 1/4 ടീസ്പൂൺ ജീരകവും കൂടെ ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതെല്ലാം കൂടെ ഒരു മിക്സി ജാറിലിട്ട് നന്നായിട്ട് അരച്ചെടുക്കണം. വെള്ളം ചേർക്കാൻ പാടില്ല. കറ്റാർ വാഴയിലുള്ള വെള്ളം മതിയാവും. ഇതുണ്ട്, ഇതുപോലെ നന്നായിട്ട് അരച്ചെടുത്തിട്ട് നമുക്കൊരു അരിപ്പയിൽ ഈ അരച്ചെടുത്ത മിക്സർ എല്ലാം കൂടെ ചേർത്ത് നമ്മൾ എന്ത് ചെയ്യണം, നന്നായിട്ട് ഒരു സ്പൂണ് കൊണ്ട് കംപ്ലീറ്റായിട്ട് അതിലുള്ള ജ്യൂസ് മുഴുവനും കിട്ടത്തക്ക രീതിയിൽ നമുക്ക് പിഴിഞ്ഞങ്ങ് എടുക്കണം. കൈ കൊണ്ട് നമുക്ക് പിഴിഞ്ഞെടുക്കാം, കുഴപ്പമൊന്നുമില്ല. കണ്ടോ, ഇത്രയും നമുക്ക് ജ്യൂസ് കിട്ടി. ഇത് കാണുമ്പോൾ തന്നെ നല്ല ഭംഗിയാണല്ലേ. കൈതോന്നി ചേർത്തിട്ടുള്ളതുകൊണ്ടാണ് ഈ കളർ കിട്ടിയത്. ഇനി അടുപ്പത്ത് നല്ല ഒരു വൃത്തിയുള്ള ഒരു പാൻ വയ്ക്കണം. അതിൽ ഉപ്പ് പുളി ഒന്നും കറികളൊന്നും ഉപയോഗിക്കാത്തതായിരിക്കണം. അതിലേക്ക് ഞാൻ ഇവിടെ 300 ml വെളിച്ചെണ്ണയാണ് ഒഴിച്ചിരിക്കുന്നത്. അതിലേക്ക് കരിഞ്ജീരകവും ചെറിയ ജീരകവും ഇട്ടിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഈ നമ്മൾ മിക്സിയിൽ അരച്ചെടുത്ത് പിഴിഞ്ഞ ജ്യൂസില്ലേ, കറ്റാർ വാഴ, കൈതോന്നി, പൂവാങ്കുരുന്ന്, ഇതെല്ലാം കൂടെ ഇട്ട് അരച്ച ജ്യൂസ്, അരച്ചെടുത്ത ജ്യൂസ് കൂടെ ഈ എണ്ണയിലേക്ക് ചേർത്ത് നമ്മൾ നമ്മൾ നന്നായിട്ട് ഇതിനെ സ്ലോ ഫ്ലെയിമിൽ വെച്ച് നമ്മൾ ഇളക്കി കൊണ്ടുവരണം കേട്ടോ. നന്നായിട്ട് ഇളക്കണം. ഇങ്ങനെ കൂടെ അടി പിടിക്കാത്ത രീതിയിൽ വേണം നമ്മളിത് കംപ്ലീറ്റായിട്ട് സ്ലോ ഫ്ലെയിമിലാണ് ഇത് ഇങ്ങനെ നമ്മൾ മിക്സ് ചെയ്യേണ്ടത്. ഇതിന് കുറേ സമയം എടുക്കും, ഒത്തിരി സമയം എടുക്കും. നമ്മൾ വളരെ ക്ഷമയോടുകൂടി വേണം ഇത് നമ്മൾ ചെയ്യാൻ. ഒരു കാരണവശാലും അടുപ്പ് ഹൈ ഫ്ലെയിമിൽ വയ്ക്കാൻ പാടില്ല, കരിഞ്ഞു പോകും. നെല്ലിക്ക ഉണ്ടെങ്കിൽ നെല്ലിക്ക കൂടെ ചേർക്കാം. നെല്ലിക്ക ഇല്ല, അതുകൊണ്ടാണ് ഞാൻ ചേർക്കാത്തത്. കണ്ടോ, ആ ഇലകളുടെ ചാറെല്ലാം കൂടെ കംപ്ലീറ്റായിട്ട് എണ്ണയായിട്ട് യോജിച്ച് വന്നു, നല്ല തെളിഞ്ഞ് വന്ന്. ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. ഇത് തണുക്കട്ടെ. നന്നായിട്ട് തണുക്കണം. ഇതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഒരു കുപ്പി നല്ല വെയിലത്ത് വെച്ച് ഉണക്കിയെടുത്ത് വയ്ക്കണം. കുപ്പിയിൽ ഒട്ടും വെള്ളത്തിൻ്റെ അംശം പാടില്ല. വെയിലത്ത് തന്നെ വെച്ച് ഉണക്കിയെടുക്കണം. എന്നിട്ട് ഒരു അരിപ്പയിൽ ഈ എണ്ണ നന്നായിട്ട് തണുത്തതിന് ശേഷം നമുക്ക് ഇതുപോലെ കുപ്പിയിൽ നമുക്ക് അരച്ചെടുത്ത് വയ്ക്കാം. ഇത് 3 മാസം വരെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും.